ഹലോ ഗായ്സ് ബബിളിൻ്റെ പുതിയൊടിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് വേറെ ഗെയിമാണ് ഗൈസ് ഞാൻ കൊണ്ടുവന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ETS2 എൻ്റെ എന്താ പറയുക ക്രാഷായി പോകുന്നത്. ഇതുവരെ എനിക്ക് ശരിയായിട്ടില്ല, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാനത് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എപ്പിസോഡായിട്ട് ഈ ഗെയിമായിരിക്കും. ഈ ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗൈസ് കാർ മെക്കാനിക് സിമുലേറ്റർ 2021 ഗൈസ്. 18 ഉണ്ട്, 2015 ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വേരിയൻ്റ്, ലാസ്റ്റ് വേരിയൻ്റാണ് 2021. ഓക്കെ, അപ്പോൾ ആ ഗെയിമാണ്. അപ്പോൾ നമ്മൾ ആ ഗെയിമിൽ നമ്മൾ ഗ്രാഫിക്സ് എല്ലാം കുറച്ചിട്ടാണ് ഗൈസ് കളിക്കുന്നത്. എനിക്ക് ഗ്രാഫിക്സ് കുറയ്ക്കുമ്പോൾ ലാഗ് എന്ന് പറഞ്ഞ സംഭവം ഒന്നുമില്ല ഗൈസ്. ഗ്രാഫിക്സ് കുറയ്ക്കുമ്പോൾ എനിക്ക് ലാഗില്ല. ഗ്രാഫിക്സ് കൂട്ടുമ്പോഴാണ് എനിക്ക് ലാഗ് വരുന്നത്. കണ്ടോ, എൻ്റെ മൗസ് ഇച്ചിരി കംപ്ലൈൻ്റ് ആണ് ഗൈസ്, മൗസേ. അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നത്. എനിക്ക് നടന്നു പോകണമെങ്കിൽ നമ്മുടെ കീബോർഡിനകത്തുള്ള ബാക്ക് വരണമെങ്കിൽ എനിക്ക് എസ്, എനിക്ക് സൈഡിലോട്ട് പോകണമെങ്കിൽ ഡി, അങ്ങോട്ട് സൈഡിലോട്ട് പോകണമെങ്കിൽ എനിക്ക് എയുമാണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു വണ്ടി പണി ചെയ്യാം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അവിടെ ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമുക്ക് എല്ലാം അൺലോക്ക് ആയിട്ടില്ല കേട്ടോ. നമുക്ക് ഇതൊരു മാത്രമേ അൺലോക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് ഈ ഡോറിൽ കൂടെ കയറാം. ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വേസ്റ്റ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഈ ബസ്സൊക്കെ ഇനി മാറ്റിയിട്ട് വേണം വേസ്റ്റൊക്കെ നമുക്ക് ഇനി ഇതാക്കാൻ. നമുക്ക് ഇനി ഓർഡർ എടുക്കണമെങ്കിൽ ഗൈസ് നമ്മൾ ആദ്യം ഇവിടെ നിന്നിട്ട് ഈ കോൾ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഇതെടുക്കണം. നമുക്കിപ്പോൾ 2 വണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, താഴത്തെ വണ്ടി എടുക്കുമ്പോൾ 63, മണ്ടയ്ക്കത്തെ വണ്ടി എടുക്കുമ്പോൾ 54. അപ്പം നമുക്ക് ഈ വണ്ടി എടുക്കാം ഗൈസ്, മണ്ടയ്ക്കത്തെ വണ്ടി. ഓക്കെ, അത് വരട്ടെ ഗൈസ്, അത് നമ്മൾ അങ്ങനെ തന്നെ അത് വരും. അത് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് നോക്കാം. നമ്മൾ പ്രശ്നമൊക്കെ നോക്കണമെങ്കിൽ വിൻഡോസിൽ നമ്മൾ ഈ താഴെ എഴുതി കാണിക്കും നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയാണ് നോക്കണേന്ന്. നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പ്രശ്നം നോക്കുകയാണ്. ഇപ്പം കോൾ ലിസ്റ്റർ എടുത്തിട്ട് ബ്രേക്ക് പാഡ്സ്, ബ്രേക്ക് ഇതിൻ്റെ എല്ലാം ബ്രേക്കിൻ്റെയാണ് ഗൈസ്. എല്ലാം ബ്രേക്കിൻ്റെ സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ ബ്രേക്കിൻ്റെ സംഭവം തന്നെ കയറ്റണം. നമുക്കിതിനകത്ത് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട് ഗൈസ്. ഞാൻ ഇപ്പുറത്ത് കിടപ്പുണ്ട്. ഇത് സ്വന്തമായിട്ടുള്ളൊരു വണ്ടിയാണ്. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ പണിയെടുക്കണം. വല്ലാത്തൊരു പണിയായിരിക്കും ഗൈസ്. കുറേ പണി എടുത്താലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ മൂവിങ് ടു മൈ ഗറാജ്. ഓക്കെ, മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വിഷയം എന്താ നോക്കട്ടെ. കാണണേ, ഉണ്ടോ ബ്രേക്ക് പാഡ്, ഫ്യൂൽ, ഇത് പിന്നെ അതിൻ്റെ ഇത്ര സാധനങ്ങളുണ്ട് ഗൈസ്. ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ശരിയാവും. പക്ഷേ നമുക്ക് ഈ വണ്ടി ഇന്ന് ശരിയാക്കണമെന്ന് എനിക്ക് ഡൗട്ടായി. നമുക്ക് ഈ വണ്ടി ഇന്ന് ശരിയാക്കണ്ട. നമുക്ക് ബ്രേക്ക് പാഡൊക്കെ പിന്നാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കാൻ. നമുക്ക് വെളിയിലോട്ടല്ലേ പോകാൻ. സോറി ഗൈസ്, നമുക്ക് വെളിയിലോട്ട് പോകാനുള്ളത്. നമുക്ക് ഈ ഗറാജിൻ്റെ ഈ ഷട്ടറും തുറന്നും പോകാൻ കിട്ടും. അതുകൊണ്ടത്. അപ്പം നമ്മൾ ഓർഡർ എടുത്ത വണ്ടി ഇവിടെ ഉണ്ട്. നമുക്ക് ഓർഡർ വന്ന വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗറാജിൻ്റെ ലിഫ്റ്റപ്പിന് കൊണ്ടുപോവാണ്. ലിഫ്റ്റപ്പിനകത്ത് നമ്മൾ ആദ്യം ലിഫ്റ്റ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ലിഫ്റ്റ് അപ്പ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഒരു കട്ടൻ ലിഫ്റ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഫുൾ അപ്പ് ചെയ്താലേ നമുക്ക് ബ്രേക്ക് പാഡൊക്കെ മാറ്റാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് സൈഡിലോട്ട് നീങ്ങിയിട്ട് നമ്മൾ ഈ ടയർ കാണുന്നില്ല, ഈ ടയർ കാണുന്നില്ല, ഈ ടയറിനകത്ത് ഒരു കുറേ തുരുമിടിച്ചിരിക്കുന്നില്ല, ആ സാധനമൊക്കെയാണ് കഴിച്ച് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ മാറ്റാൻ പോവുകയാണ്. നമ്മൾ സ്ക്രൂ ഒക്കെ അഴിക്കുകയാണ്. ഓക്കെ, ഇതൊരു സ്പോർട്സ് കാറാണ് കേട്ടോ, ജാമുവിൻ്റെ കാലത്തുള്ള സ്പോർട്സ് കാർ. ഓക്കെ, നമുക്ക് ഇതും കൂടെ അഴിക്കണം. ഓക്കെ, അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് പാഡൊന്ന് മാറ്റാം. ഓക്കെ, ബ്രേക്ക് കൂടെ മാറ്റാം. അപ്പോൾ നമ്മളിനി തിരിച്ച് ഫിറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഫിറ്റ് ചെയ്യാനുണ്ടോ നോക്കട്ടെ ആദ്യം. ഉണ്ട്, നമ്മുടെ കയ്യിൽ ഫിറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ സാധനം ഫിറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നേരത്തെ ബുക്ക് ചെയ്ത് നമ്മൾ നേരത്തെ കുറേ നമ്മൾ എടുത്ത് വയ്ക്കും ഗൈസ്. നമ്മുടെ പണിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യണം കേട്ടോ.
നമ്മൾ ഈ സൈഡിലത്തെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ടയർ വയ്ക്കാം. ടയർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രൂ അടിക്കാം. ഓക്കെ 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 നമ്മൾ യഥാർത്ഥത്തിലൊരു വണ്ടി പണിയുന്ന പോലെയാണ് കേട്ടോ ഗൈസ്. യഥാർത്ഥ വണ്ടി പണിയുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഈ ടയറിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ടയറിന് ഇപ്പോൾ കാണാൻ നമുക്ക് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡ് ഒരു കുഴപ്പം ഇല്ലയെന്ന് പ്രതീക്ഷിക്കുന്നു. കുഴപ്പമുണ്ടോ? ഉണ്ടോ തോന്നുന്നു ഗൈസ്, കുഴപ്പമുണ്ട്. ഉണ്ട്. അപ്പോൾ നമുക്കത് മാറ്റണം ഗൈസ്. ബ്രേക്ക് പാഡിന് കുഴപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ മാറ്റാം. ബ്രേക്ക് പാഡ് മാറ്റണം. ഇവിടുത്തെ ബ്രേക്ക് പാഡാണ് മാറ്റുക ഗൈസ്. ബാക്കിയെല്ലാം ഓക്കെയാണ്. കണ്ടോ, ഇവിടുത്തെ ബ്രേക്ക് പാഡ് തുരുമ്പിച്ച് തേഞ്ഞ് നിൽക്കണം. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ സ്റ്റോക്ക് എടുത്ത് വയ്ക്കുന്നതാണ് ഗൈസ്. നമ്മൾ നേരത്തെ സ്റ്റോക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് സ്ക്രൂ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഈ ടയർ അവർ മാറ്റാൻ പറയുമെങ്കിൽ നമ്മൾ മാറ്റണം. ഈ ടയർ മാറ്റാൻ പറയുമെങ്കിൽ നമ്മളിപ്പോൾ കസ്റ്റമർ നമ്മൾ പറഞ്ഞേക്കുന്ന ഇതിൽ മാത്രമേ നമ്മൾ മാറ്റാവൂ. കസ്റ്റമർ പറഞ്ഞേക്കുന്ന മാത്രമേ നമ്മളിപ്പം മാറ്റാവൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അപ്പുറത്തെ ടയറിക്കണം. ഈ ടയറിലും പണിയുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ ടയറിലും പണിയുണ്ട്. നിങ്ങളുടെ എൻ്റെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം i3 ലെനോവോയുടെ ലാപ്ടോപ്പാണ്. ഗ്രാഫിക്സ് ഒട്ടും ഇല്ലാത്ത ലാപ്ടോപ്പ് എന്ന് പറയാം. നമ്മൾ എന്താ പറയുക, ഞാൻ ETS2 ഒക്കെ കളിക്കുമ്പോൾ ഹൈ ഗ്രാഫിക്സ് ഇട്ട് കളിക്കുമെങ്കിലും കുറച്ച് ലാഗുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ലോ ആയിട്ട് കളിക്കാനാണ് നോക്കുക. ഏറ്റവും കൂടുതൽ ലോ ഇത് വിഷയമാണ് ഗൈസ്. ഈ സാധനമാണ് മാറ്റേണ്ടത്. ഓക്കെ, ഒരു സ്ക്രൂ ടൈറ്റാണ് കണ്ടോ, ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫോം അടിച്ചു കൊടുത്തിട്ട് ഇത്രേ ഉള്ളൂ. നമ്മൾ നാച്ചുറൽ ഒരു വണ്ടി പണിയെന്നോ അതുപോലെ ഇരിക്കും. നമുക്ക് ബ്രേക്ക് കൂടെ ഇളക്കിയേക്കാം. ഒക്കെ തിരിച്ച് പണിയാം. ഇവിടത്തേക്കും ഉണ്ടായിരുന്നു. ഇവിടത്തേക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ ബ്രേക്ക് കുഴപ്പമില്ല, ഉപയോഗിക്കട്ടെ, നല്ല ബ്രേക്കാണ്. ഓക്കെ, നമ്മളിതൊരു 100 വെച്ച് കൊടുക്കുന്നത്. അത് നമ്മുടെ ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് പൈസ ഒന്നും കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ എന്നാലും നോക്കുകയാണ് മാക്സിമം. ഓക്കെ, നമ്മൾ അപ്പം ഇനി ടയർ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ടയറിന് 65% ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ മ്യൂസിക് സോങ് ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഇവിടുത്തെയും മാറ്റാനുണ്ട് ഗൈസ്. നമുക്ക് സാധനം ഉണ്ടോ നോക്കണേ. സാധനം ആദ്യം ഉണ്ടോ നോക്കണം. ഉണ്ടോ, ഇവിടുത്തെ സ്ക്രൂ ടൈറ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോം അടിച്ചെടുത്ത്, അത്രേ ഉള്ളൂ. കണ്ടോ, നമ്മൾ ഫോം അടിച്ചെടുത്ത് നമ്മൾ അത്രയും ഇതാക്കുക. ഏറ്റവും കൂടുതൽ എനിക്ക് വരാറുള്ളത് ഇപ്പം എന്താ പറയുക, ടയറിൻ്റെ ഒക്കെ ഈ ബ്രേക്ക് പാഡ് ഇതാണ്. നമുക്കിപ്പോൾ ടോട്ടൽ പൈസ ഉള്ളത് 2126 രൂപയാണ് കേട്ടോ. ബ്രേക്ക് പാഡ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ടൈറ്റാ അല്ല. ബ്രേക്ക് പാഡ് മാറ്റണം, ഈ സാധനവും മാറ്റണം. എന്തുവാ അല്ലേ. ഫാറ്റ് നമ്മുടെ ഉണ്ട് കേട്ടോ സാധനം. ബ്രേക്ക് പാഡില്ല. ബ്രേക്ക് പാഡ് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് കുറച്ച് വാങ്ങിക്കാം. പൈസ പോകുന്നെങ്കിൽ പോട്ടെ ഗൈസ്, നമുക്ക് ബ്രേക്ക് പാഡ് കുറച്ച് വാങ്ങിക്കട്ടെ. ബ്രേക്ക് പാഡ് വേണ്ടിയിരിക്കുന്നു.
നമുക്കൊരു ബ്രേക്ക് പാഡിന് ഇപ്പം എത്ര 40. അപ്പം നമ്മൾ 40 ഇതിന് ഒരു 10 ബ്രേക്ക് പാഡ് ഇരിപ്പം. അപ്പം 400 പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇത് എന്തായാലും കാണും, പക്ഷെ എന്തായാലും നമുക്കൊരു 5 ഇട്ടേക്കാം. 25. ഓക്കെ, 4 മതി. ഇപ്പം ടോട്ടലി പൈസ ഇല്ല നമുക്ക്. ടോട്ടലി നമ്മുടെ കയ്യിലുള്ള ഇപ്പം എല്ലാം കൂടെ വിറ്റിട്ട് വേണം നമുക്ക് പൈസ ഉണ്ടാക്കാൻ ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് എല്ലാ ടയറിനും പണി വന്നു കേട്ടോ. എല്ലാ ടയറിനും പണി വന്നു. ഓക്കെ, അത് നമ്മൾ കാര്യമാക്കണ്ട. ഓക്കെ, ഈ ടയറിൻ്റെ വില, ഈ ടയറിൻ്റെ എത്രയാ? 67 ഉണ്ട്. ഓക്കെ 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 കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പണി. അപ്പോൾ നമുക്ക് ഇതിട്ട് ഇവിടെ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടുണ്ടോന്ന്. എല്ലാം പണി നമ്മൾ കഴിഞ്ഞിട്ടേക്കാണ് ഗൈസ്. ഫിനിഷ് ആൻഡ് വർക്ക്. നമ്മളിനി അടിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി പോവും. പൈസ ഇപ്പം 2010 അത്രേ കിട്ടിയുള്ളൂ. 2010 എന്ന് പറയുമ്പം അത്രയാ കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ വണ്ടി ഒന്ന് പണിയാം. ഓക്കെ, ഈ വണ്ടി നമ്മൾ ഇപ്പം എന്താ പറയുക, ടു ഗരാജ്. ഓക്കെ, നമ്മുടെ ഗരാജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കാണിച്ചിട്ടെ. ഇതൊക്കെ നല്ല സ്റ്റോക്കാണ്. ഈ റെഡ് കാണുന്നല്ല മോശമാണ്. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാം. അതെല്ലാം സെയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് സെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, സെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും എനിക്ക്. കണ്ടോ, പൈസ കൂടുന്നുണ്ടോ? കണ്ടോ, പൈസ കൂടുന്നുണ്ടോ? ഇല്ല, പോകത്തില്ല. കൊടുക്കത്തില്ല. ഞാൻ കൊടുക്കത്തില്ല. ഇവിടെ തൊട്ട് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഈ സെക്ഷൻ മുഴുവനും കറക്റ്റാണ് ഗൈസ്. ഈ സെക്ഷൻ മുഴുവനും. അപ്പോൾ നമുക്ക് ഇവിടെ ഇതും കൂടെ കൊടുക്കണം. ഓക്കെ നമ്മളിത് ഈ ഒരു വണ്ടിക്ക് നമ്മളിത് വയ്ക്കാൻ പോകുന്നില്ല. അയ്യോ, അത് കുഴപ്പമൊന്നുമില്ല ഗൈസ്. അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ഈ വണ്ടിക്ക് ചെയ്യാൻ പോകുന്ന പണി നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ വണ്ടിക്ക് ടയറൊക്കെ വിറ്റ് ചെയ്ത് ഇപ്പം കൂട്ടാപ്പനായി നമ്മൾ കിടക്കുകയാണ് ഗൈസ്. നമ്മൾ അപ്പ് ചെയ്യാണ്. ഒറ്റയടിക്കാൻ അപ്പായി ഗൈസ്. എല്ലാം പോയോ അതോ ഉണ്ടോ? ഉണ്ട്. അയ്യോ, നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യണ്ട സാധനം. ഓക്കെ, ഫാനും ഫിറ്റ് ചെയ്തേക്കാം. പറ്റത്തില്ല. ഓക്കെ, നമുക്കത് സാരമില്ല. നമുക്ക് ആ വണ്ടി എന്താ പറയാ, മൂവ് ടു വെളിയിൽ. നമ്മൾ വെളിയിൽ അയക്കേക്കാണ്. ആ വണ്ടിക്ക് എന്തോ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ വെളിയിലാക്കി. നമുക്കത് എന്തായാലും പണി തരണം. ഇതേത് വണ്ടി? ഇത് പണിത് കൊടുക്കാനുള്ള വണ്ടി. അപ്പോൾ ഈ വണ്ടിക്ക് കേസ് എന്തുവാ? അപ്പോൾ ഈ വണ്ടിക്ക് കേസ് എന്തുവാ? ഇത്രേ ഉള്ളൂ. ഓക്കെ, വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ എന്തോ സാധനം മിസ്സിങ് ആയിട്ടുണ്ട്. നമുക്ക് ഏൽപ്പിച്ചിരിക്കണേ. ഓക്കെ, അയക്കാം. പർച്ചേസ് ചെയ്യണം നമ്മൾ. പർച്ചേസ് ചെയ്യണം നമ്മൾ. ഓക്കെ,
പസൈറ്റ് ചെയ്യണം. നമുക്കിതിൽ അവിടെ ആ ഇതിലിരിക്കുന്ന ഇതാണോ? അതുമല്ല, ഇതാണോ? ഇതാണോ? ആ ഇതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളെല്ലാം ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വിൽക്കാനും പറ്റും കേട്ടോ. അതുകൊണ്ട് നമ്മൾ മേടിക്കുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്. ഇതെന്താ പറ്റാത്തേ? ഷേ, എനിക്ക് തോന്നുന്നു ഗൈസ് ഈ സാധനം വിറ്റെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുന്നല്ലോ. അപ്പോൾ നമുക്ക് വേറെ ഓർഡർ എടുക്കാം. വേറെ ഓർഡർ ഇപ്പോൾ തൽക്കാലം വന്നിട്ടുള്ളത് റൈറ്റ് നൗ. ഈ വണ്ടി നമ്മൾ കൊണ്ട് ഓക്കെ, വണ്ടി ഇവിടെ കൊണ്ട് വെളിയിട്ടേക്കാണ്. അപ്പം നമുക്ക് അടുത്ത ഓർഡർ പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, ഓക്കെ. ഈ കേസ് വന്നിട്ടുണ്ട്. എടുത്തു. 40% എങ്ങാണ്ട് ഇത് ഓടുന്ന വണ്ടിയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വണ്ടിക്ക് പെയിൻ്റ് ഒന്നും അടിക്കേണ്ടത്. ബ്രേക്ക് പാഡ്, ബ്രേക്കിൻ്റെ എല്ലാം ബ്രേക്കിൻ്റെ കേട്ടോ. എല്ലാം ബ്രേക്കിൻ്റെ നമുക്ക് വരുന്നത്. പക്ഷെ അത് ചെയ്താലോ നമുക്ക് പൈസയും കിട്ടത്തില്ല, ഒരു കുന്തവും കിട്ടത്തില്ല. അതാ ഓക്കെ. നമ്മളിനി ലിഫ്റ്റ് ചെയ്യണം ഗൈസ്. ലിഫ്റ്റിങ് നമ്മളിപ്പോൾ രണ്ടാമത്തെ വണ്ടിയാണ് സർവീസ് ചെയ്യണത്. ലെവൽ 2. നമ്മൾ ലെവൽ 2-ലാണ് അയക്കുന്നത്. ഫസ്റ്റ് ഈ ടയർ നോക്കാം. ഈ ടയറിൻ്റെ എല്ലാം പോയിട്ടുണ്ടല്ലോ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇത് വലിയ കുഴപ്പമില്ല, അത് മാറ്റിയാൽ മതി. പ്ലസ് വേറെ ഒന്നുമില്ല. ഇത് മാറ്റാനാന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ. അപ്പം മാറ്റിയിട്ടുണ്ട്. നമുക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അറിയാം വല്ലതും പേര് വല്ലതും. ഒരെണ്ണം ശരിയായിട്ടുണ്ട്. ഒരെണ്ണം ശരിയായിട്ടുണ്ട്. പിന്നെ നമുക്കിനി ബാക്കിലോട്ട് പോവാം. അപ്പോൾ ഒരെണ്ണം ശരിയായിട്ടുണ്ട്. പിന്നെ നമുക്കിനി ബാക്കിലത്തെ വല്ലതും മാറ്റാനുണ്ടോ നോക്കാം. ഉണ്ടോ തോന്നുന്നുണ്ട്. ഡേയ്സ് നമ്മൾ മാറ്റാനുണ്ട്. ഓക്കെ, അതെല്ലാം സ്ക്രൂ നമ്മൾ ടൈറ്റ് എന്താ പറയുക, ഇതായിട്ടിരിക്കുക ആണ് ഗൈസ്. നമ്മളിത് ഓണാവത്തെ. ഓക്കെ, എന്തോ അതിനകത്ത് മിസ്സിങ് പോലെ അല്ലേ? എന്തോ ഒരു മിസ്സിങ്. ഷേ, ഇതിനകത്ത് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഗൈസ്, എനിക്ക് വേറെ പണിയൊന്നും കിട്ടുന്നില്ല. അല്ലാതെ എന്താ പറയുക, വലിയ പണിയൊന്നും എനിക്ക് കിട്ടുന്നില്ല. അതുതന്നെ എനിക്ക് സഹായിക്കാം. ഇതിവിടെ മാറ്റാനുള്ളതാണല്ലോ. ബ്രേക്ക് പാഡ് മാറ്റണം. ബ്രേക്ക് പാഡ് അത് കൊടുക്കാമല്ലേ? പുതിയത് കൊടുക്കാം. അടകട്ടെ, കസ്റ്റമർ പാവമല്ലേ. നമ്മൾ കസ്റ്റമറെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, ഓക്കെ,
ഓക്കെ 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 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത വർക്കിലോട്ട് പോവാണ്. ഇവിടെ എന്തോ പറ്റണല്ലേ? ഓ ഇവിടെ എന്തോ മാറ്റാനുള്ളേ? ഓ ഇത് മാറ്റണം, ഇത് മാറ്റണം, അത് മാറ്റണം, രണ്ടും മാറ്റണം. ബ്രേക്ക് പാഡ് കുഴപ്പമില്ല, അപ്പോൾ ബ്രേക്ക് പാഡിന് പ്രശ്നമില്ല. അപ്പോൾ ഇത് രണ്ടും മാറ്റണം. ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഉണ്ടോയെന്ന് ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ വാങ്ങിക്കണമെങ്കിൽ ഓക്കെ ആഡ്. ഓ വാങ്ങിക്കണം, നമ്മൾ വാങ്ങിക്കണം ഗൈസ്, വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും വാങ്ങിക്കാൻ പോകണം. വാങ്ങിക്കട്ടെ. രണ്ടെണ്ണം വെച്ച് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ അയ്യോ കുറച്ച് ബാക്കിലോട്ട് പോട്ടെ പോട്ടെ. ഓക്കെ ഓക്കെ വെച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് പുതിയത് വയ്ക്കണോ? വേണ്ട, പുതിയത് വയ്ക്കണ്ട. ബ്രേക്ക് പാഡ് പഴയ തന്നെ വയ്ക്കാം. അത് തന്നെ വയ്ക്കാം. 57% ഉണ്ട്. ഓക്കെ നമ്മൾ ഇതും വച്ചിട്ടുണ്ട്. നമുക്കിനി സ്ക്രൂ ചെയ്യാം. ഓക്കെ അയ്യോ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഗൈസ് കഴിഞ്ഞെന്ന്. ഓക്കെ 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 പോട്ടെ പോട്ടെ. ഓക്കെ നമ്മൾ ഈ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്കിനി അങ്ങോട്ട് പോവാം. എൻ്റെ പൊന്നെ, ഇവിടെ എന്തോന്ന് ഗൈസ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി എടുക്കുന്നേ. ഓക്കെ ബാക്കി ഒരു കാര്യം കുഴപ്പമില്ല, ഇത് മാത്രം മാറ്റണം. എന്ത് കഷ്ടം. ഓക്കെ പുതിയതൊരെണ്ണം വെച്ച് പഴയത് വെക്കണ്ട. അതുപോലെ പുതിയത് കിടക്കട്ടെ ഗൈസ്, അല്ലാതെ പിന്നെ പുതിയത് വെച്ചു. ഓക്കെ ടയർ അത്രയും മതി. ഓക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടുണ്ട് വണ്ടി താകത്ത്. ഓക്കെ വണ്ടി അങ്ങനെ താഴെ വന്നിട്ടുണ്ട്. നമുക്ക് ഈസ്റ്റേൺ ലിസ്റ്റ് എടുത്ത് നോക്കാം. ഓക്കെ കറക്റ്റ് എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. വണ്ടി പോയി ഗൈസ്. അപ്പോൾ ആ വണ്ടിയും നമ്മൾ പണം നിറക്കിയിട്ടുണ്ട്. ബബിൾട്ടനോട് ഇവിടെ നിർത്തിയാണ്. ഇതിൻ്റെ പാർട്ട് 1 ആണ് ഇപ്പോൾ നമ്മൾ കളിച്ചത്. പാർട്ട് 2 നമ്മളിനി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ അപ്പം ബബിൾട്ടനോട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ പോവുകയാണേ.